ഓക്കെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റിജറുകളെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹൗ ടു റെപ്രസെൻറ്റ് ഇൻറ്റിജേഴ്സ് യൂസിങ് ബൈനറി. കമ്പ്യൂട്ടറിനകത്ത് ബൈനറി ഫോമിൽ നമ്മൾ ഇന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻറ്റിജർ നമ്പറുകളെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇതനുസരിച്ച് ചെയ്യുന്ന നമ്പറുകളൊക്കെ പോസിറ്റീവ് നമ്പറുകളാണ് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഡീൽ ചെയ്തത്. നെഗറ്റീവ് നമ്പറിനെ പറ്റി നമുക്ക് ചർച്ച വന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം, നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് നമ്പറുകൾ മാത്രമല്ല, നെഗറ്റീവ് നമ്പറുകളെ കൂടി റെപ്രസെൻ്റ് ചെയ്യേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ആകെ രണ്ട് സിഗ്നലാണുള്ളതെന്ന് പറഞ്ഞു. ഐദർ ഓൺ ഓർ ഓഫ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസിൻ്റെ നമ്മളതിനെ 0, 1 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ സൈനിനെ പ്ലസ് ആണോ മൈനസ് ആണോ, ഒരു സംഖ്യ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതാണ് ഈ ഒരു റെപ്രസെൻറ്റേഷനിലൂടെ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 രീതിയിലാണ് കമ്പ്യൂട്ടറിനകത്ത് സൈൻഡ് നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്ന്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ്. 2, വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. ഇത് ഓരോന്നും എന്താണ്, എങ്ങനെയാണ് ഇതിനകത്തുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് നോക്കാം. ആദ്യം നമുക്ക് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച ബൈനറി, ഒരു ഡെസിമൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബൈനറി ആക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ 10 അല്ലെങ്കിൽ 15 എന്ന് പറഞ്ഞ നമ്പർ, അതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി കിട്ടും. 15 എന്നുള്ള 1111 എന്ന് പറഞ്ഞ നമ്പർ ആയിരിക്കും. അത് പ്ലസ് ആണോ മൈനസ് ആണോ, സൈന് നമ്മളവിടെ പറയാത്തത് കൊണ്ട് പ്ലസ് ആണ് എന്നുള്ള അസംഷൻ. അപ്പോൾ -15 എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? അതിനു വേണ്ടിയാണ്, അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ റെപ്രസെൻറ്റേഷനകത്ത് സൈനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മളൊരു ബിറ്റ് മാറ്റി വെക്കുകയാണ്. MSB, നമ്മൾ നേരത്തെ പഠിച്ച MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഒരു സംഖ്യയുടെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്. അപ്പോൾ ആ സംഖ്യയുടെ, ബൈനറി സംഖ്യയുടെ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ സൈനിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നു. ദെൻ ആ ബിറ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ MSB 0 ആണെങ്കിൽ വി സേ ഇറ്റ് ഈസ് പോസിറ്റീവ്. ആൻഡ് ഇഫ് ദാറ്റ് ബിറ്റ് ഈസ് 1, വി സേ ദാറ്റ് നമ്പർ ഈസ് നെഗറ്റീവ് നമ്പർ. അപ്പോൾ ആ ഒരു ബിറ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് നോക്കിയിട്ടാണ് ഒരു സംഖ്യ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ദെൻ എക്സാമ്പിൾ നമ്മൾ എടുക്കാം. ഈ 27നെ ബൈനറി ആക്കൽ നമുക്കറിയാം. ചെയ്യേണ്ട ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ 27ൻ്റെ ബൈനറി കാണുന്നു. 27ൻ്റെ ബൈനറിയാണ് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്ര, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ സംഖ്യകളാണ് കിട്ടുന്നത്. 11011. ഇതിൽ ഈ റിപ്രസെൻറ്റേഷൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വേർഡ് ലെങ്ത്ത് അനുസരിച്ച്, ആ വേർഡിനനുസരിച്ചാണ് നമുക്ക് ഇത്രയും ബിറ്റുകൾ മതി ഇതിന് റെപ്രസെൻ്റ് ചെയ്യാൻ. ഒരു രീതി എന്ന് പറയുന്നത്, തൊട്ടടുത്ത ബിറ്റിനെ നമ്മൾ സൈൻ ബിറ്റാക്കി മാറ്റുന്നു, ഈ ബിറ്റിനെ സൈൻ ബിറ്റാക്കി മാറ്റുന്നു. പക്ഷെ കമ്പ്യൂട്ടർ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിന് ഒരു വേർഡ് ലെങ്ത് ഉണ്ടായിരിക്കും. അത് 8 ബിറ്റ് ആവാം, 16 ബിറ്റ് ആവാം,
32 ബിറ്റ് ആവാം, 64 ബിറ്റ് ആവാം. അപ്പോൾ അവിടെ എത്ര ബിറ്റിലാണ് നമ്മൾ ഈ ബൈനറി നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നോർമലി നമ്മൾ ഇതുവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് ഇത്രയും ആയി, ബാക്കിയുള്ളവർക്കൊക്കെ 0 എന്നുള്ള അസംഷനിൽ നമ്മളത് 0 വെച്ച് ഫില്ല് ചെയ്യുന്നു. സംഖ്യ മാറുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് കഴിഞ്ഞാൽ ഡെസിമൽ പോലെ തന്നെ ബൈനറിയിലും സംഖ്യ മാറുന്നില്ല. നമ്മളിവിടെ ഇത് 8 ബിറ്റ് വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 27 ഇതുവരെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി ഈ രീതിയായിരുന്നു. പക്ഷെ ഇതിനെ നമ്മൾ 8 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ബാക്കി എത്ര ബിറ്റ് ആയിട്ടുണ്ടോ 5 ബിറ്റ് ഇതിനകത്തുള്ളൂ, ബാക്കി 3 ബിറ്റ് നമ്മൾ 0 ഇടുന്നു. അതിൽ അവസാനത്തെ 0 ഓർ ഇവിടെ ഫസ്റ്റ് 0, സ്റ്റാർട്ടിങ്ങിലുള്ള 0, ഈ 0 തന്നെ നമ്മൾ ഇതുവരെ നമുക്കതിനെ മാഗ്നിറ്റ്യൂഡ്, സംഖ്യയുടെ മാഗ്നിറ്റ്യൂഡിന് വേണ്ടി, സംഖ്യയുടെ വലിപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യാമായിരുന്നുവെങ്കിൽ ഇനി നമ്മളതിനെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതെന്താണ്? സൈൻ ബിറ്റാണ്. അതിനെ നമ്മൾ സൈൻ ബിറ്റ് എന്ന് പറയും. അത് 0 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് പോസിറ്റീവ്, 1 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് നെഗറ്റീവ്. ഇതാണ് സൈൻ ബിറ്റ് എന്ന് പറയുന്നത്. 0 ഫോർ പോസിറ്റീവ്, 1 ഫോർ നെഗറ്റീവ്. അപ്പോൾ ഒരു പോസിറ്റീവ് 27 അല്ലെങ്കിൽ +27 നമ്മൾ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് +27ൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. ഇനി ഒരു നെഗറ്റീവ് നമ്പർ നമ്മൾ നോക്കാം. 21 -21 -21ൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം 21ൻ്റെ ബൈനറി കാണണം. 21ൻ്റെ ബൈനറി കാണണം. 1 2ൻ്റെ സ്ഥാനത്തില്ല, 4 8 ഇല്ല, 16 + 4 + 1 21. ഇതാണ് 21ൻ്റെ ബൈനറി. ബാക്കിയുള്ള സ്ഥാനം നമ്മൾ 0 വെച്ച് ഫില്ല് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, -21 ആയതുകൊണ്ട് ഈ ബിറ്റ് നമ്മൾ എന്താക്കി? 1 ആക്കി. എങ്കിലാണ് ഇത് -21 എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഏത് നമ്പറിനെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ. ഒന്ന് ആ സംഖ്യയുടെ മാഗ്നിറ്റ്യൂഡ് കാണുന്നു, ദെൻ ബാക്കിയുള്ള സ്ഥാനം 0 വെച്ച് ഫില്ല് ചെയ്യുന്നു. ആ ഫില്ല് ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ബിറ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് 0 ആക്കുന്നു, അല്ല നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അത് 1 ആക്കുന്നു. ഈ രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത് ഒരു രീതിയുണ്ട്, വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. വൺസ് കോംപ്ലിമെൻറ്റിനകത്ത് നമ്മൾ ചെയ്യുന്നത് എവറി 0 വി റീപ്ലേസ് എവറി 0 വിത്ത് 1 ആൻഡ് 1 വിത്ത് 0. നമ്മളൊരു സംഖ്യയുടെ ബൈനറി കാണുന്നു, ആ ബൈനറിയുടെ നമുക്ക് കിട്ടിയിട്ടുള്ള ബൈനറിയുടെ എല്ലാ എവിടെയൊക്കെ 0 ഉണ്ടോ അതിനെയൊക്കെ 1 ആക്കി മാറ്റുന്നു. എവിടെയൊക്കെ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഈ പണി ചെയ്യേണ്ടതില്ല. ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റിൽ അത് അതേപോലെ തന്നെ നിലനിർത്തിയാൽ മതി. അത് തന്നെയാണ് എന്ത് അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് നമ്പറിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇൻവേർട്ട് ചെയ്ത് അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണുന്നത്. ഇവിടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ കാണുന്ന ബൈനറി തന്നെയാണ് ആ നമ്പർ, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു 0 ആയി എന്നുള്ളതുകൊണ്ട് സീറോസ് വന്നു എന്നുള്ളതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എവിടെയാണ് വ്യത്യാസം വരുന്നത്? നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ 1 വരും. എന്നതുപോലെ വൺസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബൈനറി കാണുന്നു. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അത് തന്നെയാണ് എന്ത് വൺസ് കോംപ്ലിമെൻ്റ്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആ കിട്ടിയ സംഖ്യയുടെ എല്ലാ സ്ഥാനത്തുള്ള 1നെയും 0 ആക്കുക, സീറോസിനെ 1 ആക്കി മാറ്റുക. ഒരു എക്സാമ്പിൾ നോക്കാം. 11 അതിനെ നിങ്ങൾ എന്താക്കി മാറ്റുന്നു? ബൈനറി കാണുന്നു. ദെൻ +11 ആണെങ്കിൽ ബാക്കിയുള്ള സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു?
0 പ്ലേസ് ചെയ്യുന്നു. അതുതന്നെയാണ് വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി -11 എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് പോസിറ്റീവ് സംഖ്യയുടെ ബൈനറി കാണുന്നു. ദെൻ അതിനകത്തുള്ള എല്ലാ സീറോസിനെയും 1 ആക്കി മാറ്റുന്നു. ഒന്നുള്ളിടത്ത് 0, 0 ഉള്ളിടത്തൊക്കെ 1 ആക്കി മാറ്റുന്നു. ഇതാണ് -11ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ +11ൻ്റെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുക, എല്ലാ ബിറ്റിനെയും ഇൻവേർട്ട് ചെയ്യുന്നു. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി മൂന്നാമതൊരു മെത്തേഡ്, അതാണ് 2's കോംപ്ലിമെൻറ്റ്. 2's കോംപ്ലിമെൻറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് നമ്പർ അത് അതേപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മളതിനെ 2's കോംപ്ലിമെൻറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. 2's കോംപ്ലിമെൻറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ആദ്യം 1's കോംപ്ലിമെൻറ്റ് കാണുക, എന്നിട്ട് അതിനോട് 1 ആഡ് ചെയ്യുക. ആഡ് 1 to 1's കോംപ്ലിമെൻറ്റ്, എങ്കിൽ നമുക്ക് 2's കോംപ്ലിമെൻറ്റ് കിട്ടും. എക്സാമ്പിൾ +11ൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെയാണ്. നമുക്ക് കിട്ടിയ ബൈനറി സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെയാണ്, കാരണം ഇവിടെ 0 ആണ്. 1's കോംപ്ലിമെൻറ്റും ഇത് തന്നെയാണ്, 2's കോംപ്ലിമെൻറ്റും ഇത് തന്നെയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. പക്ഷെ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ മൂന്നിലും ഇതിൻ്റെ വാല്യൂസ് മാറും. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് +11ൻ്റെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് കാണണം. ഇവിടെ മേലത്തെ അത് തന്നെയാണ് ഇവിടെ കേട്ടോ, 1 0 1 1 അതാണ്. ബാക്കിയുള്ള ഭാഗം നമ്മൾ 0 വെച്ച് ഫില്ല് ചെയ്തു. 8 ബിറ്റ് ആക്കാൻ വേണ്ടി 0 വെച്ച് ഫില്ല് ചെയ്തു. ദെൻ 1's കോംപ്ലിമെൻറ്റ് കണ്ടു, എല്ലാ ബിറ്റിനെയും ഇൻവേർട്ട് ചെയ്തു. എവിടേക്കാണോ 0 ഉള്ളത് അവിടെയൊക്കെ 1 ആക്കി മാറ്റി. ദെൻ അതിനോട് 1 ആഡ് ചെയ്തു. 1 ബൈനറി അഡീഷൻ നിങ്ങൾക്കറിയാം, അവസാനത്തെ സ്ഥാനത്ത് 1 ഉണ്ട്. ഇതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഒരു സംഖ്യയുടെ 2's കോംപ്ലിമെൻറ്റ് കാണുന്നത്. എന്തൊക്കെ സ്റ്റെപ്പ് വേണം? ഫസ്റ്റ് അതിൻ്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് നമ്പറിൻ്റെ ബൈനറി കാണുന്നു, അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കാണുന്നു, ദെൻ അതിനോട് 1 ആഡ് ചെയ്താൽ അതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണുന്നു. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് കമ്പ്യൂട്ടറിനകത്ത്, സാധാരണഗതിയിൽ 2's കോംപ്ലിമെൻറ്റ് രീതിയിലാണ് കമ്പ്യൂട്ടറിനകത്ത് നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറുകളെ, ഫ്രാക്ഷണൽ നമ്പറുകളെ പോയിൻ്റ് ഇടാൻ കഴിയില്ലല്ലോ ബൈനറിക്കകത്ത്. അപ്പോൾ പോയിൻ്റ് ഉള്ള നമ്പറുകളെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റിയൽ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് 2 രീതിയാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, മാൻഡിസ ആൻഡ് എക്സ്പോണൻറ്റ്. ഇവിടെ മാൻഡിസ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാർട്ട്, ഇപ്പോൾ 25.75 എന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ ബൈനറിയിൽ പറയുമ്പോൾ ഈ പോയിൻ്റ് എവിടെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. നേരെ മറിച്ച് 0 പോയിന്റ് എന്ന് പറയുമ്പോൾ ആ പോയിന്റിന് ശേഷമാണ് എല്ലാ സംഖ്യയുള്ളത്, പോയിന്റിന് മുമ്പ് ഒരു സംഖ്യയില്ല. ഈ രീതിയിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. 25.75 എന്നുള്ളതിനെ ഈ ഒരു രീതിയിലേക്ക് നോർമലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 25 ഇത് 0.2575 ഇൻറ്റു 10⁻² എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പോയിന്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ 25.7. ഇത് 3 ആയി കഴിഞ്ഞാലോ 257 ആവും. 4 ആയി കഴിഞ്ഞാൽ 10⁻4 ആയാൽ 2575 ആവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് മാത്രം മാറ്റിക്കൊണ്ടും ഈ സംഖ്യ നമുക്ക് ഓരോ സംഖ്യയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അസ്യൂമിങ്
ഇത് പോയിന്റിന് മുമ്പൊന്നും ഇല്ല എന്നുള്ള അസംഷനിലാണ്. പോയിന്റ് നമുക്ക് ഇത് മാത്രം വെച്ച് കളിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് എങ്ങോട്ടും അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഫ്ലോട്ടിംഗ് ആണ്, എങ്ങോട്ടും മാറും. ഈ 10⁻² പറയുന്ന ഇതിൻ്റെ വാല്യൂ അനുസരിച്ച് ഈ പോയിന്റ് ഇങ്ങോട്ടൊക്കെ മാറും. 10⁻⁻1 ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇങ്ങോട്ട് വരുമ്പോൾ 0.02575 എന്നുള്ള ആ ലെവലിലേക്ക് വരും. അപ്പോൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇതിനൊരു ബൈനറി പാർട്ടും ഈ എക്സ്പോണൻറ്റിനൊരു ബൈനറി പാർട്ടും യൂസ് ചെയ്യും. 10 ബിറ്റാണ് മാൻഡിസക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. 16 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ള ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ 10 ബിറ്റ് മാൻഡിസക്കും 6 ബിറ്റ് എക്സ്പോണൻറ്റിനും വേണ്ടി യൂസ് ചെയ്യാണ്. ആൻഡ് മാൻഡിസ 2's കോംപ്ലിമെൻറ്റ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇതിൽ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും പോസിറ്റീവോ നെഗറ്റീവോ ആവാം. എന്ത് ചെയ്താൽ മതി, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ ബിറ്റ് 0 അല്ലെങ്കിൽ 1 ആക്കിയാൽ മതി. ഇതിനും അതേപോലെ ചെയ്താൽ മതി. 10⁻⁻² എന്നുള്ളത് നമുക്ക് സൈൻ ബിറ്റ് 0 അല്ലെങ്കിൽ 1 ആക്കി ഓരോന്നും വെവ്വേറെ നമുക്ക് ആക്കി മാറ്റാൻ പറ്റും. എക്സ്പോണൻറ്റ് പാർട്ട് 0 to 63 വരെ 6 ബിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് 0 to 63 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ചെയ്യാം. ഒരു ബിറ്റ് ഉണ്ടെങ്കിൽ 1, 2 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 3 വരെ പോവാം, 3 ബിറ്റ് ഉണ്ടെങ്കിൽ 7 വരെ പോവാം, 4 ബിറ്റ് 15, 5 ബിറ്റ് 31, 6 ബിറ്റ് ഡബിളായിട്ട് വരികയാണ് ചെയ്യുക. 6 ബിറ്റ് ഉണ്ടെങ്കിൽ 63 വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ റെപ്രസെൻറ്റ്. ഇനി 32 ബിറ്റ് വേർഡ് ലെങ്ത് ഉള്ളതിലും ഈ രീതിയിലാണ്. അപ്പോൾ അതിൽ മാൻഡിസയും എക്സ്പോണൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ബിറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. മെത്തേഡ് ഈസ് ദ സെയിം. ഇനി ഇതുവരെ നമ്മൾ നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതികൾ മാത്രമാണ് മനസ്സിലാക്കിയത്. ഇനി ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ് ഇൻ മെമ്മറി. കാരണം ക്യാരക്ടറുകളെ കമ്പ്യൂട്ടറിനകത്ത് ബൈനറി ലാംഗ്വേജ് ആണ്, 0s and 1 ഉള്ളൂ നമ്മൾ പറഞ്ഞു. സോ അവിടെ എങ്ങനെയാണ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക? ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ASCII റെപ്രസെൻറ്റേഷൻ. നമ്മൾ കീബോർഡിനകത്ത് ഉള്ള ഓരോ ക്യാരക്ടറിനും ഒരു ASCII കോഡ് ഉണ്ടാവും. ASCII മീൻസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇറ്റ് ഇസ് എ 7-bit കോഡ് ടു റെപ്രസെൻറ്റ് ആൾ ക്യാരക്ടേഴ്സ് ഇൻ US കീബോർഡ്. നമ്മളിന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കീബോർഡിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ് ASCII എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2⁻⁷ 7-bit ആയതുകൊണ്ട് 2⁻⁷ ക്യാരക്ടേഴ്സിനെ 2⁻⁷ 6 നമ്മൾ പറഞ്ഞു 63 7 ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ നമുക്ക് 128 ക്യാരക്ടേഴ്സ് 127 വരെ 0 to 127 വരെ മീൻസ് 128 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അത് മിക്കവാറും നമ്മുടെ കീബോർഡിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ആൽഫബറ്റൈസിനെയും അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ ഈ ASCII കോഡ് തന്നെ ധാരാളം മതി. പിന്നീട് എക്സ്റ്റെൻഡഡ് ASCII എന്ന് പറഞ്ഞൊരു 8-bit കോഡ് കൂടി ഡെവലപ്പ് ചെയ്തു. അതൊരു 8-bit കോഡാണ്. അപ്പോൾ ഒരു 256 കോമ്പിനേഷൻസ് അത് വെച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ ഈ ASCIIക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമായിരുന്നു നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നതെങ്കിൽ പിന്നീട് ഇന്ന് നമുക്കറിയാം ലോകത്തുള്ള ഏത് ലാംഗ്വേജിലും നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള ഓരോ ആൽഫബറ്റ്സും അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ അതിൻ്റേതായ ക്യാരക്ടർ സെറ്റ് ഉണ്ട്, ഇംഗ്ലീഷിന് അതിൻ്റേതായതുണ്ട്, അറബിക് ഉണ്ട്, ഉറുദു, ഹിന്ദി, കന്നഡ, ഇങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആർ ദർ. അപ്പോൾ ഈ ലാംഗ്വേജിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള യുണീക്ക് ആയിട്ടുള്ളൊരു കോഡ് വേണം. ഈ ASCII വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി വരുമ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ 16-bit കോഡ് ആൻഡ് ലെറ്റർ 32-bit ആക്കിയിട്ടുണ്ട്. ആൻഡ് വിച്ച് ഹാവ് ദ കപ്പാസിറ്റി ടു റെപ്രസെൻറ്റ് ആൾ ക്യാരക്ടേഴ്സ് ഈസ്ഡ് ഇൻ റിട്ടൺ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ്. ഇംഗ്ലീഷ് അല്ലാത്ത മറ്റെല്ലാ ലാംഗ്വേജിലും ഇംഗ്ലീഷിൻ്റെ അടക്കമുള്ള അതേപോലെ പങ്ക്ച്വേഷൻ മാർക്ക്, മാത്സിലെ സിമ്പിൾസ്, ടെക്നിക്കലായിട്ടുള്ള സിമ്പിൾസ്, ആരോ മാർക്ക്, ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യാനുള്ള അബിലിറ്റി. കാരണം 2⁻16 ഇറ്റ് ഈസ് എ ബിഗ് നമ്പർ, 65,000 സംതിങ്. അപ്പോൾ അത്രയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വൈഡ് ആയിട്ടുള്ളൊരു കോഡാണ്
യൂണിക്കോഡ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. ലോകത്തുള്ള എല്ലാ ലാംഗ്വേജിലുള്ള എല്ലാ അക്ഷരങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യാൻ അതിന് പറ്റുന്നുള്ളതാണ്. മറ്റൊരു ക്യാരക്ടർ റെപ്രസെൻറ്റേഷനാണ് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്, എഫ്സിഡി കോഡ്. ഇറ്റ് ഇസ് 8-bit കോഡ് ആൻഡ് വിച്ച് ഈസ് സിമിലർ ടു ASCII കോഡ്. ISCI, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ASCII പോലെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. ആൻഡ് ഇന്ന് ISCI അല്ല കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ യൂണിക്കോഡ്. ഇനി ഇപ്പോൾ നമ്മൾ ക്യാരക്ടർ, നമ്പറുകൾ, ഇതിനെയൊക്കെ കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഇതല്ലാതെ ക്യാരക്ടർ നമ്പറും അല്ലാതെ ഓഡിയോ, ഇമേജ് ഫയൽ, വീഡിയോ ഫയൽ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഫയലുകളെയും നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫയലുകൾ ഏത് രീതിയിലാണ്, അത് അതിൻ്റെ ബൈനറി ഫോമാറ്റിൽ അതിൻ്റെ ഒരു ഫോമാറ്റ് ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഈ ഓഡിയോ ആയാലും വീഡിയോ ആയാലും ഇമേജ് ആയാലും ഒക്കെ ആ രീതിയിലാണത് ഇൻറ്റേർണലായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആ ഫയലിന്, ഓരോ ടൈപ്പ് ഫയലിനും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. ആ എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ JPG പിക്ചർ ഫയൽ, JPG, അല്ലെങ്കിൽ MP4 വീഡിയോ ഫയൽ, MP3 ഓഡിയോ ഫയൽ, ഇങ്ങനെ പല ടൈപ്പ് ഫയലുകൾ. പിക്ചർ ഫയലാണെങ്കിൽ JPG ഉണ്ട്, PNG, GIF, BMP, വേറെയും കുറേ ഫോമാറ്റുകൾ ഇന്ന് പിക്ചർ ഫയലിന് അവൈലബിൾ ആണ്. വീഡിയോ ഫയലാണെങ്കിൽ AVI, MP4, WMV, MKV, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോമാറ്റ്സ് ആർ ദർ. ഓഡിയോക്ക് വേവ്, അൺകംപ്രസ്ഡ് ഫോർമാറ്റാണ് വേവ് എന്ന് പറയുന്നത്. MP3, MIDI, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ഓഡിയോ ഫയൽ. ഇങ്ങനെ ഓരോ ഫയലിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്കതിൻ്റെ എക്സ്റ്റൻഷൻ ഏതാണ് നോക്കിയിട്ട് ആ ഫയൽ ഏത് ടൈപ്പാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി, ഇൻറ്റേർണലായിട്ട് കമ്പ്യൂട്ടർ ഏത് രീതിയിലാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ്, ഒന്നിന്ന് മറ്റൊന്നിലേക്കുള്ള കൺവേർഷൻസ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള രീതി, അതേപോലെ നെഗറ്റീവ് സൈൻഡ് നമ്പറുകളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള രീതി, ദെൻ ഡിജിറ്റൽ ഓഡിയോ, ഇമേജ്, വീഡിയോ ഫയലുകളൊക്കെ എങ്ങനെയാണ് ഇൻറ്റേർണലായിട്ട് കമ്പ്യൂട്ടറിനകത്ത് മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത്. താങ്ക് യു.